ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ സെക്കൻഡ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 6 ആക്ടിവിറ്റിയാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ആദ്യത്തെ ചോദ്യം വായിച്ച് നോക്കാം. കണ്ട് പഠേ ഓരോ പ്രശ്നമൊക്കെ ഉത്തരലിക്കേ. അപ്പോൾ പാസേജ് വായിച്ച് നോക്കുക, എന്നിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. താജ്മഹൽ ഭാരത് का सबसे लोकप्रिय ऐतिहासिक स्मारक है. താജ്മഹൽ എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും ഇതിഹാസപരമായ ഒരു നിർമ്മിതിയാണ്, ഒരു സ്മാരകമാണ്. യഹ് ഉത്തർപ്രദേശ് കെ ആഗ്രാമേ സ്ഥിതി ഹെ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്കെ പീച്ചെ സെ യമുന നദി ബഹത്തി ഹെ. ഇതിലൂടെയാണ് യമുന നദി ഒഴുകുന്നത്. ഇസ്കെ നിർമ്മാൺ കെ ലിയെ 22 സാൽ ലഗേ തെ. ഇതിൻ്റെ നിർമ്മാണത്തിനായി 22 വർഷമെടുത്തു. ഓർ 20,000 മസ്ദൂരോനെ കാം കിയാ താ. 20,000 തൊഴിലാളികൾ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. യഹ് ഇമാരത്ത് മുഗൾ വാസ്തുകല കാ ഉത്കൃഷ്ട നമൂന ഹെ. ഈ ഒരു നിർമ്മിതി മുഗൾ വാസ്തുവിദ്യയുടെ ഉദാത്തമായ ഒരു മാതൃകയാണ്. നമൂന എന്ന് പറഞ്ഞാൽ മോഡൽ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഭാരത് കാ സബ്സെ ലോകപ്രിയ സ്മാരക കോൺസാ ഹെ. അതിൻ്റെ ആൻസർ എവിടെ തന്നെ ഉണ്ട്? ഇവിടെ തന്നെ ഉണ്ട്. താജ്മഹൽ ഭാരത് കാ സബ്സെ ലോകപ്രിയ ഐതിഹാസിക സ്മാരക ഹെ. ഫസ്റ്റ് ലൈനിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുത്തബ് മിനാർ, ആഗ്ര, താജ്മഹൽ, ലാൽ കില. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? താജ്മഹൽ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. താജ്മഹൽ പീക്കെ പീച്ചെ സെ കോൺസി നദി ബഹത്തെ ഹെ. ഏത് നദിയാണ് ഒഴുകുന്നത്? അതും നമ്മളവിടെ കണ്ടതാണ്. യമുന. ഗംഗ, യമുന, നീള, സിന്ധു. അപ്പോൾ ഇവിടെ യമുന ആണ് ശരി. ഓക്കെ, താജ്മഹൽ കഹാ സ്ഥിതിത്തെ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ ആഗ്രാമേ സ്ഥിതി ഹെ, താജ്മഹൽ കൊച്ചിൻ മേ സ്ഥിതി ഹെ, താജ്മഹൽ മുംബൈ മേ സ്ഥിതി ഹെ, താജ്മഹൽ ദില്ലി മേ സ്ഥിതി ഹെ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? താജ്മഹൽ ആഗ്രാമേ സ്ഥിതി ഹെ. താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താജ്മഹൽക്ക് നിർമ്മാണക്ക് ലിയെ കിത്തിനെ സാൽ ലഗേ തെ. താജ്മഹലിൻ്റെ നിർമ്മാണത്തിനായിട്ട് എത്ര വർഷമെടുത്തു? അതൊക്കെ ആ പാസേജിൽ ഓരോ ലൈൻ, ഒരു ലൈൻ കഴിഞ്ഞാൽ ഒരു ലൈൻ, ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തടുത്ത് വരുന്ന മാതിരി തന്നെയാണ് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എത്രയാണ് താജ്മഹൽ നിർമ്മാൺ കെ ലിയെ കിത്തിനെ സാൽ ലഗേ? 22 സാൽ ലഗേ. അപ്പോൾ 22 സാൽ, 22 വർഷം. അതും നമ്മൾ പറഞ്ഞതാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. കൃത്യമായ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ. താജ്മഹൽ ഗ്രീക്ക് വാസ്തുകല കാ നമൂന ഹെ. താജ്മഹൽ മുഗൾ വാസ്തുകല കാ നമൂന ഹെ. താജ്മഹൽ കേരളീയ വാസ്തുകല കാ നമൂന ഹെ. താജ്മഹൽ ബ്രിട്ടീഷ് വാസ്തുകല കാ നമൂന ഹെ. അപ്പോൾ ഏത് വാസ്തുകലയുടെ ഉദാഹരണമാണ്? മുഗൾ വാസ്തുകല കാ നമൂന ഹെ. അപ്പോൾ അതും നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പാസേജ് വായിച്ച് നോക്കുക. അപ്പോൾ അതുതന്നെയാണ് ഓരോന്നും അടുത്തടുത്ത് തന്നെയാണ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാവരും 5 മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. കവിതാംശ പഠേ ഓരോ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. കവിത വായിക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. മെഹനത്ത് ഹമേശ കർത്തേ രഹോ. മെഹനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അധ്വാനിക്കുക, എപ്പോഴും അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ഹാർപ്പൽ ആകെ ബർത്തേ രഹോ. എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാധായം കവി ഹാർ നഹി डरे बिना बढ़ते रहो. गम के बाद खुशी होगी. जग में तुम्हारी जीत होगी. അപ്പോൾ ഏതൊരു ദുഃഖത്തിൻ്റെയും പിറകെ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. കോശിഷ് കെ ലിയെ കവിതാമേ പ്രയുക്ത ശബ്ദ കോൺസാ ഹെ. കോശിഷ് എന്ന അർത്ഥം വരുന്നത് ഏത് പദമാണ്? ഗം, മെഹനത്ത്, ഖുഷി, ജീത്ത്. അപ്പോൾ നമുക്കറിയാം മെഹനത്താണ് കോശിഷ് എന്ന പദത്തിനർത്ഥം, ഹാർഡ് വർക്ക്. കവിക്ക് ആൻസർ ഗം കെ ബാദ് ക്യാ ഹോഗി. ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമാണ്. അപ്പോൾ കവി എന്താണ് പറയുന്നത്? ഒരു ദുഃഖത്തിന് ശേഷം എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? ഒരു ദുഃഖത്തിന് ശേഷം ഒരു സന്തോഷം ഉണ്ടാവും എന്നാണല്ലോ പറയുന്നത്. ഗം കെ ബാദ് ഖുഷി ഹോഗി. അപ്പോൾ എന്താണ് പറയുന്നത്? കവിക്ക് അനുസാർ ഗം കെ ബാദ് ക്യാ എന്നുള്ളിടത്ത് ഖുഷി എന്ന് എഴുതി കൊടുക്കുക. ഖുഷി ഹോഗി. വളരെ എളുപ്പമാണ്. ഇനി കവിതാക്ക് ആൻസർ സഹി മിലൻ കരെ. ഇനി മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. നോക്കൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എഴുതേണ്ടത്? ബഡ്തേ രഹോ എന്നാണ് ഇവിടെ എഴുതിയത്. ആദ്യം ബഡ്തേ രഹോ. അപ്പോൾ അതിന് മാച്ച് ആയത് ഏതാണെന്ന് നമുക്ക് ഈ കവിത വായിച്ച് കണ്ടുപിടിക്കാം.
ഡരേ ബിന ബഡത്തെ രഹോ. അപ്പോൾ ഡരേ ബിന അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡരേ ബിന എന്ന അവിടെ ഉണ്ട്. അപ്പോൾ ഡരേ ബിന ബഡത്തെ രഹോ. ഓക്കെ, ഇനി അടുത്തത് ഹാർ നെഹി. ഹാർ നെഹി അവിടെ ഉണ്ടോ നോക്കാം. ഹാർ നെഹി ഇവിടെ ഉണ്ട്. ബാദായേ കബി ഹാർ നെഹി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ബാദായേ കബി ഹാർ നെഹി. ഇനി ജീത്ത് ഹോഗി ജഗ്മേ തുമാരി. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതും നമുക്ക് ഫുൾ മാർക്ക് നേടാം. ഇനി അടുത്ത് നോക്കാം. ज़रूरी गुराफ एकांकी का यह अंश पढ़े और प्रश्नों का उत्तर लिखे. ज़रूरी गुराഫ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് समाचार वाचिक. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई और टावर्स टूट गए, जिसके कारण शहर का संपर्क बाकी जगहों से खत्म हो गया. इस भूकंप की तीव्रता रिक्टर पैमाने पर 7.1 मापी गई. जापान में पिछले माह भी भूकंप आया था. അപ്പം നമുക്ക് ഇത് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ജപ്പാൻ കെ കിസ് ഷഹർ മേ ഭൂകമ്പ് ഹുവ. എവിടെയാണ്? ടോക്കിയോ ഷഹർമേ ആണ് ഭൂകമ്പ് ഹുവ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ജാപ്പാൻക്ക് ഈ കിസ് ഉള്ള സ്ഥലത്ത് എന്തെഴുതാം? ടോക്കിയോ ഷഹർ എന്ന് എഴുതാം. ഓക്കെ, ജാപ്പാൻക്ക് ടോക്കിയോ ഷഹർമേ ഭൂകമ്പ് ഹുവാത്ത. അപ്പോൾ ടോക്കിയോ ഷഹർമേ ഭൂകമ്പ് ഹുവാത്ത. ടോക്കിയോ ഷഹർമേ ഭൂകമ്പ് ഹുവാത്ത. ज़रूरी गुराफ एकांकी की इस घटना के आधार पर एक समाचार तैयार करें. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമാചാർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പത്രവാർത്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? ഒരു ഹെഡിങ് കൊടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ഹെഡിങ് എഴുതാം. ജാപ്പാൻ മേ ഭയങ്കർ ഭൂകമ്പ് ഹസാരോ ലോഗോं की മൗത്ത്. ജപ്പാനിൽ ഭയങ്കരമായ ഭൂകമ്പം, ആയിരക്കണക്കിന് ആളുകളുടെ മരണം. അങ്ങനെ നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ടോക്കിയോ എവിടെ സ്ഥലം നടക്കുന്നതെന്ന് അതും നമ്മൾ എഴുതണം. ഇതൊക്കെ അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ്. അതെന്തായാലും എഴുതിക്കണം. ആദ്യം ഒരു ഹെഡിങ് എഴുതണം. പിന്നെ നമുക്ക് അതിൻ്റെ മാറ്റർ അറിയുന്നില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ അതായത് ഒരു സമാചാർ പത്ര തയ്യാർ കർണയ്ക്ക് ലിയെ കോശിഷ് കിയാ ഹെ. നിങ്ങൾ അതിനൊരു ശ്രമം നടത്തിയെന്ന് നിങ്ങളുടെ പേപ്പർ കണ്ടാൽ തോന്നണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹെഡിങ് എഴുതി. എന്നിട്ട് നമ്മളിത് എവിടെ സ്ഥലം നടക്കുന്നത്? ജപ്പാൻ അല്ലെങ്കിൽ ടോക്കിയോ. അതിൻ്റെ സ്പെല്ലിങ് അവിടെ തന്നെ ഉണ്ട്. അത് നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി, ടോക്കിയോ അല്ലേ? എന്നിട്ട് എഴുതാം. आज सुबह 5:30 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया. ഇന്ന് രാവിലെ പുലർച്ചെ ഉണ്ടാക്കിയ ഭൂകമ്പത്തിൽ ജപ്പാൻ നഗരം താറുമാറായി. കൈ ഇമാരേൻ ധർത്തി പർ ഘംസ് പടേ. ഹസാരോ लोगों का मृत्यु हो गई. टावर्स टूट गए, जिसके कारण शहर का संपर्क काफ़ी जगहों से ख़त्म हो गया है. भूकंप की तीव्रता पैमाने पर 7.1 मापी गई. जापान में पिछले മാഹ ബി ഭൂകമ്പ് ആയാത്ത. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലം പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വാർത്തയും കൂടി ഉൾപ്പെടുത്തി നമ്മളൊരു സമാചാർ പത്ര തയ്യാറാക്കുക. सीटी बजी, सभी दौड़ पड़े, सभी जीतने की उत्सुकता के साथ आगे बढ़े. तभी एक छोटा लड़का ठोकर खाकर लटक गया, गिरा और रो पड़ा. उसके आवाज़ सुनकर बाकी सब उसकी मदद करने के लिए लौट आए. सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाया. മാതൃഭാഷാമേ അനുവാദകരെ. ഇതിനി മലയാളത്തിൽ എഴുതാനാണ്. സി ബജി എന്ന് പറഞ്ഞാൽ വിസിൽ വിളിച്ചു. സബി ദൗഡ്പടേ, എല്ലാവരും ഓടാൻ തുടങ്ങി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇസ് ഘടനയ്ക്ക് ആധാർ പർ ചോട്ടെ ലड़के ഡയറി ലിഖെ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചെറിയ കുട്ടിയുടെ ഡയറി എഴുതാനാണ്. എന്തെല്ലാം ഉൾപ്പെടുത്തണം? ദൗഡ് കെ ബീച്ച് ഗിർജാന, ഓട്ടത്തിനിടയിൽ വീണുപോയി. ദർദ് ഓർ ദുഃഖ്, വേദനയും സങ്കടവും ഉണ്ടായി. ദൗഡ് ബന്ദ് കർക്കെ സബ്ക ആന, അപ്പോൾ എല്ലാവരും ഓട്ടം നിർത്തി വന്നു. ഏക് സൗത്ത് ദൗഡ് കി പൂർത്തി കർണ, എല്ലാവരും ഒന്നിച്ച്
പൂർത്തിയാക്കി. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അപ്പോൾ നമുക്ക് ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതുക. ये दिन मैं कैसे भूलूं? आज मेरे स्कूल में खेल दिवस था. दौड़ प्रतियोगिता के बीच में लड़खड़ाकर गिर पड़ा. मुझे बड़ी दर्द हुआ, लेकिन मेरे सभी मित्र दौड़ आए और उन्होंने मुझे उठाया. मेरे साथ पकड़ते हुए वे सब मिलकर दौड़े. मेरी आंखें भर गई. मुझे अपने मित्रों पर गर्व हुआ. അപ്പോൾ ഈ ദിവസം ഞാൻ എങ്ങനെ മറക്കും? ആജ് മേരെ സ്കൂൾ മേ ഖേൽ ദിവസ് താ. ഇന്ന് എൻ്റെ സ്കൂളിൽ കായിക ദിനമായിരുന്നു, സ്പോർട്സ് ഡേ ആയിരുന്നു. ദൗഡ് പ്രതിയോഗിതാക്കെ ബീച്ച് മേ ലഡക് ഡാക്കർ ഗിർ പട. ഞാൻ മത്സരത്തിനിടയിൽ വീണുപോയി. മുझे ബഡി ദർദ് ഹുവ. എനിക്ക് ഭയങ്കര വേദന വന്നു. लेकिन मेरे सभी मित्र दौड़ आए और उन्होंने मुझे उड़ाया. എന്നാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. മേരെ ഹാത്ത് പകർത്തെ ഹുയെ വേ സബ് മിൽക്കർ ദൗഡെ. എൻ്റെ കൈ പിടിച്ച് അവരെല്ലാവരും ഒന്നിച്ചാണ് ഓടിയത്. മേരി ആംഖേം ഭർതി. എൻ്റെ കണ്ണ് നിറഞ്ഞു. മുझे अपने मित्रों पर गर्व हुआ. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ആലോചിച്ച് അഭിമാനം തോന്നുന്നു. ഓക്കെ, ഇത്രയും നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. കോശിഷ് കർനെ വാലെ की कविता का यह अंश पढ़े और प्रश्नों का उत्तर लिखे. असफलता एक चुनौती है, इसे स्वीकार करो. इसे स्वीकार करो. असफलता एक चुनौती है, इसे स्वीकार करो. അസഫലത ഏക്ക് ചുനൗത്തി ഹേ ഇസെ സ്വീകാർ കരേ. തോൽവി ഒരു വെല്ലുവിളിയാണ്, അതിനെ സ്വീകരിക്കൂ. ക്യാ കമി രഹ് ഗയി ദേക്കോ ഓർ സുധാർ കരോ. നമ്മുടെ പ്രവൃത്തികളിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കൂ. സുധാർ കരോ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഹരിക്കുക. ജബ് തക് ന സഫൽ ഹോ നീന്ത് ചേൻ കാ ത്യാഗോ തും. നമുക്ക് വിജയം ഉണ്ടാകുന്നവരെ ഉറക്കവും വിശ്രമവും ഉപേക്ഷിക്കൂ. നീന്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കം. സംഘർഷ കാ മൈതാൻ ചോഡ്കർ മത് ഭാഗോ തും. സംഘർഷഭൂമി ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞ് ഓടരുത്. മത് ഭാഗോ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് ഓടരുത്. കുച്ച് കിയേ ബിനാഹി ജയ് ജയാക്കാർ നെഹി ഹോത്തി. നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാതെ നമുക്ക് വിജയമൊന്നും ഉണ്ടാവില്ല. കോശിഷ് കർനെ വാലോങ്കി കബി ഹാർ നെഹി ഹോത്തി. കോശിഷ് അതായത് പ്രയത്നിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകും ഇല്ല എന്നാണ് ഈ ഒരു കവിതയുടെ ഭാഗം പറയുന്നത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കവി കെ അനുസാർ കിസ് പ്രകാർ കെ ലോഗോ കി ഹാർ നെഹി ഹോത്തി ഹെ. കവിയുടെ കാഴ്ചപ്പാടിൽ ഏതു തരം ആൾക്കാർക്കാണ് തോൽവി ഉണ്ടാകാത്തത്? ആർക്കാണ്? ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കോശിഷ് കർനെ വാലോങ്കി കബി ഹാർ നെഹി ഹോത്തി. പ്രയത്നിക്കുന്നവർക്കാണ് തോൽവി ഇല്ലാത്തത്. അപ്പോൾ എന്തെഴുതാം? കോശിഷ് കർനെ വാലോങ്കി കബി ഹാർ നെഹി ഹോത്തി. ഇനി അടുത്തത് കവിതാംശ കാ ആശയ ലിഖേ. ഇതിൻ്റെ ആശയം എഴുതാനാണ്. കവി कहते हैं असफलता की चुनौती को हम स्वीकार करें. असफलता की चुनौती को हम स्वीकार करें. असफलता की चुनौती को हम स्वीकार करें. हमारी कमियों को पहचान कर सुधार करने की कोशिश करें. നമ്മുടെ കുറവൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം. ജബ് തക് സഫൽ ന രഹേ തബ് തക് നീന്ത് ഓർ ചേൻ ചോടെ. നമ്മൾ വിജയിക്കുന്നവരെ ഉറക്കവും ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിക്കണം. അപ്നി സമസ്യാओं से घबराकर न भागे. നമ്മുടെ ബുദ്ധിമുട്ടുകളെ ആലോചിച്ച് നമ്മൾ എന്താക്കരുത്? തിരിഞ്ഞോടരുത്. സാഹസ് സേ കാം കരെ. സാഹസത്തോടു കൂടി നമ്മൾ എല്ലാ പ്രവൃത്തിയും ചെയ്യണം. ബാർ ബാർ പരിശ്രമം കർണ വാലോം കി കബി ഹാർ നെഹി ഹോത്തി. എപ്പോഴും പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല.
ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സൂചന. ज़रूरी गुराफ एकांकी का यह अंश पढ़े और प्रश्नों के उत्तर लिखे. അപ്പോൾ ജറൂറി ഗുലാഫ് എന്ന പാഠഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. മമ്മി ठीक कहते हो, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. मुझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए. सिर्फ तुम्हें नहीं, दर्शकों के और इशारे करके हम सभी को. അപ്പോൾ ജറൂറി ഖുറാഫിലെ അവസാനത്തെ ഡയലോഗാണത്. അപ്പോൾ എന്താണ് ഇതുമായിട്ടുള്ള ചോദ്യം എന്ന് നോക്കാം. ഏകാംഗിക സന്ദേശം. ഈ ഏകാംഗിയുടെ സന്ദേശം എന്താണ്? दूसरों का मनोरंजन में सीमित रहना है, अपने मनोरंजन में सीमित रहना है, मनोरंजन में कभी सीमित नहीं रहना चाहिए, दूसरों का मनोरंजन में सीमित नहीं रहना चाहिए. करेक्ट आंसर. मनोरंजन में कभी सीमित नहीं रहना चाहिए. ഇനി അടുത്ത ചോദ്യം നോക്കാം. स्कूल के हिंदी क्लब के नेतृत्व में ज़रूरी गुराफ एकांकी का मंचन जनवरी 1 को नव वर्षोत्सव के सिलसिले में हो रहा है. इसके लिए एक पोस्टर तैयार करें. അപ്പോൾ സ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സരോറി ഗുറാഫ് എന്ന ഏകാംഗ നാടകം നടത്തുകയാണ്. എപ്പോഴാണ്? ജനുവരി 1-നാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പോസ്റ്ററാണ് നമ്മൾ തമ്പ് നെയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി നല്ലവണ്ണം മനസ്സിലാക്കുക. പോസ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ഏകാംഗി നാടകമാണ്. അപ്പോൾ അതിൻ്റെ സ്ഥലം, അതിൻ്റെ ഡേറ്റ്, അതേപോലെ സബ്കാ സ്വാഗത് ഇന്ന സംഭവങ്ങളാണെന്നൊക്കെ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.